ഐസൺ, ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ, ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് മേജർ എക്കണോമി എന്ന പട്ടമാണ് ഭാരതം നിലനിർത്തുന്നത്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ഏതാണ്ട് കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2024-25 ഏപ്രിൽ ജൂൺ മാസത്തിൽ 6.5%, ജൂലൈ സെപ്റ്റംബർ 5.6%, ഒക്ടോബർ ഡിസംബർ 6.4%, ജനുവരി മാർച്ച് ആകുമ്പോൾ അത് 7.4%. ഈ സമയം കൂടി നോക്കണം. ആ താരിഫ് ഭീഷണിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 2025-26 ഏപ്രിൽ ജൂണിൽ 7.8%, ജൂലൈ സെപ്റ്റംബർ ആകുമ്പോൾ 8.2%. ഇതിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഒരു വലിയ തിരിച്ചുവരവ് അല്ലേ, ഒരു ഗംഭീരമായിട്ട് തന്നെ അതിൽ മാനുഫാക്ചറിങ്ങിൽ മേഖലയിലുണ്ടായ തിരിച്ചുവരവ്, കാർഷിക മേഖലയുടെ വളർച്ച 4.1 നിന്ന് 3.5 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അത്, കാരണം ഒരുപാട് ക്ഷേമ പദ്ധതികളൊക്കെ കൃത്യമായി തന്നെ നടപ്പിലാക്കിയിട്ട് എങ്ങനെ കുറഞ്ഞു എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. അത് എന്നാൽ ഖനന മേഖല -0.4% നിന്ന് അത് 0.04 മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണ മേഖലയുടെ വളർച്ച 8.4 നിന്ന് 7.2% കൃത്യമായി തന്നെ ഒരു കുറവ് വരുന്നുണ്ട്, കാർഷിക മേഖലയും നിർമ്മാണ മേഖലയും. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ കൂടി നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും. പക്ഷേ എന്നാൽ വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം തുടങ്ങിയ യൂട്ടിലിറ്റി മേഖലയുടെ വളർച്ച 3 നിന്ന് 4.4%. വ്യാപാരം, ഹോട്ടൽ, ഗതാഗതം, കമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്ന വളർച്ചാ നിരക്ക് 6.1 നിന്ന് 7.4 വരുന്നു. ധനകാര്യം, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നു ആ തരത്തിലേക്ക് കൂടി ഒരു ഇടപെടൽ, കാരണം പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെയാണ് ആഭ്യന്തര തലത്തിൽ ഇത് കൃത്യമായി തന്നെ ഇടപെട്ട് ഇത് ശരിയാക്കുന്നത്, അല്ലേ സർ? തീർച്ചയായും. ഇപ്പോൾ നമ്മളോട് ആദികേശവൻ സാർ പറഞ്ഞ ആ വിലക്കുറവിൻ്റെ ഘടകം, അതായത് പണപ്പെരുപ്പം ഇല്ലാതെ, പണപ്പെരുപ്പം കൃത്യമായി 4% താഴെ പിടിച്ചു നിർത്തുക എന്ന കൃത്യമായ നീക്കങ്ങളൊക്കെ തുടർച്ചയായി നമ്മുടെ സാമ്പത്തിക രംഗത്ത് നടത്തുന്നുണ്ട്. ഇപ്പോൾ ആദികേശവൻ സാർ പറഞ്ഞ ചില കണക്കുകളുണ്ട്. പൾസസിൻ്റെ റേറ്റ് ശരാശരി കുറവാണ് വരുന്നത്, അതായത് നേരത്തെ ഉള്ളതിനേക്കാൾ കുറഞ്ഞ വിലയിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഒരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ കുറേ കൂടി കൃത്യമായി ആദികേശവൻ സാറിന് അതിൻ്റെ ആധികാരികമായൊരു വിഷയങ്ങൾ കൂടി നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ നെറ്റ്വർക്കുകളുടെ കൃത്യമായ, അതായത് റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, കോൾഡ് സ്റ്റോറേജുകളുടെ പ്രയോജനം, അതുപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് സംവിധാനങ്ങളുടെ പ്രയോജനപ്പെടുത്തൽ, ഇതെല്ലാം തന്നെ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനും ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകാതെ, പെരിഷബിൾ മെറ്റീരിയലായി മാറാതെ, അത് നശിച്ചു പോകാതെ സ്വാഭാവികമായും അത് നിലനിർത്തുന്നതിനൊരു സാഹചര്യം ഒരുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത്തരത്തിലൊരു സൗകര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നൊരു ഘടകമാണ് വളത്തിൻ്റെ ലഭ്യത കൃത്യമായി ലഭ്യമാക്കുക. അതായത് ഒരു റോഡ് നെറ്റ്വർക്കുകളും അതുപോലെയുള്ള വലിയ സംവിധാനങ്ങളും റെയിൽ നെറ്റ്വർക്കുകളും എല്ലാ സംവിധാനം, ചരക്ക് ഗതാഗതം ശാക്തീകരിക്കുന്നതോടുകൂടി ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുക, അതും ഒക്കെ ഈ പശ്ചാത്തല വികസന സൗകര്യങ്ങൾ വർദ്ധിച്ചതിൻ്റെ ഒരു ഘടകം കൂടിയാണ്. പിന്നെ എങ്ങനെ ഈ കൃഷി മേഖല, നിർമ്മാണ മേഖല, അവിടുത്തെ ഒരു പെർസെൻറ്റേജ് കുറവുണ്ട്, അതും കൂടി ഒന്ന് വിലയിരുത്തേണ്ടി വരും. ഒരു നിമിഷം ഞാനൊന്ന് ശ്രീ പത്മജൻ അങ്ങയിലേക്ക് വരികയാണ്. ഈ രണ്ട് മേഖലകളിൽ ചെറിയൊരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റു മേഖലകളൊക്കെ വലിയ തിരിച്ചടികളാണ്. നമ്മൾ കൃത്യമായി തന്നെ ഐസൻ, പത്മജൻ സാർ റെഡിയാണ്. വലിയ രീതിയിൽ തന്നെ തിരിച്ചടികൾ നേരിടുന്ന ഒരു സമയത്താണ് ശ്രീ പത്മജൻ നമ്മൾ ഈ രീതിയിലുള്ളൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് പ്രതിപക്ഷത്തിൻ്റെ വിമർശനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ആദ്യം വിമർശനവുമായി രംഗത്ത് വന്നത് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ജയറാം രമേശാണ്. ജയറാം രമേശ് പറയുന്നത് IMFൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചാണ് ഇത് പറയുന്നത്. ഇപ്പോൾ പുറത്തുവിട്ട കണക്കുകളൊന്നും ശരിയല്ല. IMFൻ്റെ C ഗ്രേഡ് എന്നൊരു കാര്യമാണ് ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ സമ്പദ് സൂചിക കണക്കുകൾക്ക് IMF കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ C ഗ്രേഡാണ് നൽകിയിരിക്കുന്നത്. ആകെയുള്ള A, B, C, D എന്നിങ്ങനെ 4 ഗ്രേഡുകളിൽ അവസാനത്തേതിന് മുന്നിലുള്ള ഗ്രേഡ്. കണക്കുകൾ ശരിവെക്കാമെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഗ്രേഡാണിത് എന്നൊരു വിമർശനം കൂടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിലേക്ക് കൂടി അങ്ങയുടെ ഒരു വിദഗ്ധ അഭിപ്രായം വേണം ശ്രീ പത്മജൻ. ഈ വിമർശനത്തിലേക്ക് വരുന്നതിന് മുന്നേ 1-2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടി പോയിന്റ് ഔട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കഴിഞ്ഞ ബജറ്റിൽ നടത്തിയിട്ടുള്ള പ്രത്യക്ഷ നികുതിയിൽ വരുത്തിയിട്ടുള്ള കുറവാണ്. ഇൻകം ടാക്സിലും ഒക്കെ ഡയറക്ട് ടാക്സസിൽ വരുത്തിയ കുറവുകൾ നടത്തിയ സമയത്ത് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള കാര്യം, ഒന്ന്, ഇത് ഈ നികുതി നിരക്കുകൾ ഉണ്ടാകുന്ന ഇളവ് കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഒഴുകും, അതിലേക്ക് വീട്ടിലേക്കും ഒഴുകും. ഇത് രണ്ടും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സഹായമാകും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ടാമത്, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാരണം ഉണ്ടായിട്ടുള്ള ലോജിസ്റ്റിക് വളരെയധികം അഡ്വാൻസ് ഉണ്ടാക്കി വരും. നേരത്തെ ലോജിസ്റ്റിക്സ് ഏകദേശം 17% ഉണ്ടായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെ 8-9% എത്താൻ പറ്റിയിട്ടും ഇന്ത്യയുടെ സുരക്ഷ കോമ്പറ്റീവ് വർദ്ധിപ്പിക്കുന്നത് എന്നൊരു ഘടകമായി കണക്കാക്കി. മൂന്നാമത്തെ ഘടകമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നിട്ടുണ്ട്.
പ്രത്യേകിച്ചും ഈ താരിഫിന്റെ എഫക്റ്റീവ് എന്താ എന്നുള്ളത് കഴിയുന്ന ഉത്ഭവിക്കാനുള്ള ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ഇതും വളരെ സഹായമുണ്ട്. പക്ഷേ ഇത് ഈ ഫ്രണ്ടിന്റെ അടുത്ത ക്വാർട്ടറുകളിൽ നമുക്ക് ഉണ്ടാകില്ല. പക്ഷെ അതിന് പകരം അടുത്ത ക്വാർട്ടറുകളിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന GST റിഡക്ഷന്റെ ആനുകൂല്യം കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇത് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പിന്നെ ഒരു കാര്യം ആദികേശവൻ സാർ പറഞ്ഞ വളരെ റെലവെന്റ് ഉള്ളൊരു ഏറ്റവും കുറവ് ഒരു പണപ്പെരുപ്പമാണ് ഇത്രയും വലിയ ഒരു ഗ്രോത്ത് ആക്കാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അതും നമുക്ക് ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ ഉള്ള ഒരു നിലനിലുണ്ട്. കുറയ്ക്കുന്നതിനാണ് RBI നൽകുന്ന സൂചന. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന കൊണ്ട് എഫക്റ്റും ഈ അടുത്ത ക്വാർട്ടറുകളിൽ അത് എഫക്ട് വരാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും നിലനിർത്താൻ പറ്റും തന്നെയാണ് സൂചിക്കുന്നത്. അടുത്ത വിമർശനത്തിൽ വരികയാണെങ്കിൽ ഞാൻ കാലത്ത് കണ്ടു കൂടാനന്തര ലോകത്തെ മറ്റെല്ലാ സാധ്യതകളും അവരുടെ ഗ്രാഫ് 0 എന്ന ലെവലിൽ താഴെത്തുമ്പോൾ ഭാഗത്തിന്റെ ഒരു ഗ്രാഫ് മാത്രമാണ് അതിന്റെ മേക്ക് നിൽക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഇന്റർനാഷണൽ എന്റെ ഓർമ്മശീലങ്ങൾ വേൾഡിനെ ഘടനയാണ്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം പറ്റുകയാണെങ്കിൽ അവർ ഏതൊരു നേട്ടവും അംഗീകരിക്കാൻ മാനസികതയിലാണ് എന്നുകൂടി കണക്കിലെടുക്കണം. നേരത്തെ ഇന്ത്യ ഒരു ഡെഡ് എക്കണോമി ആണെന്ന് പറഞ്ഞപ്പോ അതേപോലെ തന്നെ ആവർത്തിച്ചാണ് നമ്മള് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. ഒരു പശ്ചാത്തലത്തിൽ കൂടി നല്ലൊരു റേറ്റ് അച്ചീവ് ചെയ്യുന്നത് ഇത്രയധികം വെല്ലുവിളിയുടെ ഇടയ്ക്കിട്ട് വിമർശനമെല്ലാമുള്ള ഡാറ്റ എന്ന മതിയാണ് എന്നാണ് എനിക്ക് പറയാൻ. തീർച്ചയായും